നമസ്കാരം. എഡ്യു പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ MBBS, BDS, BVSC, BAMS, BHMS തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നീറ്റ് മലയാളം ചാനൽ നോക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നീറ്റ് എക്സാമിനെ കുറിച്ചും കൂടാതെ നീറ്റ് എക്സാമിലൂടെ കേരളത്തിൽ അഡ്മിഷൻ നേടാവുന്ന കോഴ്സുകളെക്കുറിച്ചും കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ കോഴ്സിന് വേണ്ടി വന്ന റാങ്ക് അനുസരിച്ച് ഈ വർഷം ഗവൺമെന്റ് കോളേജുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വന്നേക്കാവുന്ന ആവറേജ് റാങ്കും കോഴ്സ് ഫീയും മറ്റും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളത്, കേരളത്തിലെ MBBS, BDS, വെറ്റിനറി, ഹോമിയോ, BAMS, സിദ്ധ, യുനാനി, ഫാർമസി, ബിടെക്, ബയോടെക്നോളജി തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾക്കും സ്കീം പോർട്ടൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നതാണ്. മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 2 കാറ്റഗറികളാണ് ഉള്ളത്: കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും കേരള ആയുർവേദ റാങ്ക് ലിസ്റ്റും. 12ാം ക്ലാസ്സിൽ സംസ്കൃതം പഠിച്ചവർക്ക് BAMSന് 5 മാർക്ക് അഡീഷണലായി നൽകുന്നത് കൊണ്ടാണ് ആയുർവേദ റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആയി പബ്ലിഷ് ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെയും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെയും MBBS, BDS, BHMS, BVSC കൂടാതെ ബയോടെക്നോളജി തുടങ്ങിയ എല്ലാ അനുബന്ധ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നടത്തുന്നത്. ചിലർക്കുള്ള ഒരു സംശയം, BAMS, BHMS, BNYS പോലുള്ള ആയുഷ് കോഴ്സുകൾക്ക് സെപ്പറേറ്റ് നീറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടോ എന്നതാണ്. ഇല്ല. ആയുഷ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് UG സ്കോറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇപ്പോൾ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് ഈ കോഴ്സുകളിലെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ലഭിക്കാൻ ആയുഷ് അഡ്മിഷൻസ് കൗൺസിലിംഗിലും സ്റ്റേറ്റ് കോട്ട സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന സ്റ്റേറ്റ് ലെവൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം എന്ന് മാത്രം. സാധാരണ നീറ്റ് എക്സാം റിസൾട്ടിന് ശേഷം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് കൗൺസിലിംഗ് പ്രോസസ്സ് ആരംഭിക്കാറുള്ളത്. 4 റൗണ്ടായി ആണ് അലോട്ട്മെന്റ് നടക്കുന്നത്. അതായത് റൗണ്ട് 1, റൗണ്ട് 2, മോപ്പപ്പ് റൗണ്ട്, അവസാനം സ്ട്രേ റൗണ്ട്. അതായത് മിച്ചം വന്ന സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് സ്ട്രേ വേക്കൻസിയിൽ ഫില്ല് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രേ വേക്കൻസി വരെ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 1-2% മാത്രമാണ് സ്ട്രേ വേക്കൻസിയിൽ വരുന്ന സീറ്റുകൾ. അങ്ങനെ ബാക്കി വരുന്ന സീറ്റുകൾ നല്ല റാങ്ക് നേടി ടോപ്പ് കോളേജുകളിൽ സീറ്റ് പ്രതീക്ഷിച്ച് കിട്ടാതെ വരുന്നവർ അവസാനം എടുക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് മുൻ വർഷങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ട്രേ ഉൾപ്പെടെ എല്ലാ അലോട്ട്മെന്റും ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. കേരളത്തിലെ സ്റ്റേറ്റ് കോട്ടയിലെ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ മാനേജ് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷണർ ഓഫീസാണ്. നീറ്റ് രജിസ്ട്രേഷൻ അലോട്ട്മെന്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് CEE വെബ്സൈറ്റ് ആയ www.cee.kerala.gov.in സന്ദർശിക്കാവുന്നതാണ്. ഇനി നീറ്റ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഓരോ വർഷവും കേരളത്തിൽ MBBS, BDS, BVSC ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും കിട്ടാൻ വേണ്ട റാങ്കിൽ മാറ്റങ്ങൾ വരും എന്നതാണ്. കേരള സ്റ്റേറ്റ് കോട്ട, ഓൾ ഇന്ത്യ കോട്ട, പിന്നെ കാറ്റഗറി കോട്ട ഇതെല്ലാം അനുസരിച്ചായിരിക്കും ഓരോ വർഷവും ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടാൻ എത്ര റാങ്ക് വേണ്ടി വരുമെന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം തന്നെ MBBS റാങ്ക് നോക്കാം. ഒരു 900 മുതൽ 960 റാങ്ക് വരെ റാങ്ക് ഉള്ളവർക്ക് സ്റ്റേറ്റ് കോട്ടയിൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ ഏകദേശം 9500 വരെ റാങ്ക് ഉള്ളവർക്ക് MBBS അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും പറയട്ടെ, ഓരോ കാറ്റഗറി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന് മുസ്ലിം കാറ്റഗറിയിൽ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ 1600 വരെ ഉള്ളവർക്കും EWS കാറ്റഗറിയിൽ 3300 റാങ്ക് ഉള്ളവർക്കും SC കാറ്റഗറിയിൽ 12500 വരെയും ST കാറ്റഗറിയിൽ ആണെങ്കിൽ 22500 വരെയും ഉള്ളവർക്ക് ഗവൺമെന്റ് കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ 18000 വരെ റാങ്ക് ഉണ്ടെങ്കിലും MBBS കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഇനി റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. കൂടാതെ അപ്പോളോ മെഡിക്കൽ കോളേജ് പോലെയുള്ള ടോപ്പ് റാങ്കിംഗ് കോളേജുകളിൽ അനുവദിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ടയിൽ നീറ്റ് ജസ്റ്റ് പാസ് മാർക്കുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഫീസ് താരതമ്യേന വളരെ കൂടുതലായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ കോട്ട അഡ്മിഷനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. BDSന് ഗവൺമെന്റ് കോളേജുകളിൽ 4500 വരെ റാങ്ക് ഉള്ളവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്.
സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ 40,000 വരെ റാങ്ക് ഉണ്ടെങ്കിലും BDS അലോട്ട്മെന്റ് കിട്ടിയേക്കാം. BDSന് ഇപ്പോൾ പൊതുവെ ഡിമാൻഡ് കുറവായതുകൊണ്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ റാങ്ക് കുറഞ്ഞവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ ഡിമാൻഡുള്ള BVSC ആൻഡ് AH, അതായത് ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിന് ഏതാണ്ട് 4,400 വരെ റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകളിൽ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് BVSC ആൻഡ് AH കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് സ്കോർ കുറവാണെങ്കിൽ രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ BAMSന് 13,000 വരെയും ഹോമിയോയ്ക്ക് 18,000 വരെ ഉള്ളവർക്കും സർക്കാർ കോളേജുകളിൽ അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അപേക്ഷകന്റെ കാറ്റഗറി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി നിങ്ങളുടെ നീറ്റ് എക്സാം റാങ്ക് വെച്ച് MBBSനോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും കോഴ്സിനോ അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടേണ്ട. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ 82,000 രൂപ വരെ ശമ്പളത്തിൽ പ്ലേസ്മെന്റ് ലഭിക്കാവുന്ന BSc ന്യൂക്ലിയർ മെഡിസിൻ പോലുള്ള കോഴ്സുകളും മറ്റു പല പാരാമെഡിക്കൽ കോഴ്സുകളും ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിലും വിദേശത്തും വളരെയേറെ സ്കോപ്പ് ഉള്ള ഈ കോഴ്സുകളെ കുറിച്ച് പലർക്കും ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ സീറ്റ് കുറവായതിനാൽ നീറ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സീറ്റ് ഫില്ലാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഒരു പ്രശ്നം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പില്ലെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കണം എന്നതാണ്. ഓരോ വർഷത്തെയും റാങ്ക് ലിസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും എന്നതുകൊണ്ട് എപ്പോഴും മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ചും മാർക്ക് കുറവുള്ളവർ. അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് കോളേജുകളുടെ കൂടെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഓപ്ഷനും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കേരളത്തിൽ മെഡിക്കൽ അഡ്മിഷന് ഓപ്ഷൻ വയ്ക്കാൻ ഒറ്റ ചാൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓപ്ഷൻ വയ്ക്കാത്ത പക്ഷം നിങ്ങളെക്കാൾ റാങ്ക് കുറഞ്ഞവർക്ക് സീറ്റ് കിട്ടുകയും പിന്നീട് നിങ്ങൾക്ക് ആ കോളേജിൽ സീറ്റ് കിട്ടാതെ വരികയും ചെയ്യും. 2. ക്രിസ്ത്യൻ, മുസ്ലിം, മൈനോറിറ്റി കാറ്റഗറിയിൽ പെടുന്നവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മൈനോറിറ്റി ഓപ്ഷൻ കൊടുക്കാൻ അവസരമുണ്ട്. ഗവൺമെന്റ് കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് ഇല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 3. ഓൾ ഇന്ത്യ കോട്ട പോലെ അല്ല കേരളത്തിൽ. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും സീറ്റിൽ അലോട്ട്മെന്റ് കിട്ടിയാൽ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ സീറ്റ് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ആദ്യം സീറ്റ് എടുത്ത ശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുന്നതുവരെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഉദാഹരണത്തിന് ഹോമിയോപ്പതിയിൽ നിന്ന് വെറ്ററിനറിയിലേക്കോ MBBSലേക്കോ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. 4. അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ പോയി കാണുന്നതും പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ ആണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. 5. റാങ്ക് കുറവുള്ളവർ ഓപ്ഷൻ നൽകുമ്പോൾ അധികം ഡിമാൻഡ് ഇല്ലാത്ത കോളേജുകളിൽ, പ്രത്യേകിച്ചും റിമോട്ട് ഏരിയയിലുള്ള കോളേജുകളിൽ ആദ്യം തന്നെ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി കേരളത്തിലെ MBBS ഫീ സ്ട്രക്ചർ നോക്കാം. ഗവൺമെന്റ് കോളേജുകളിൽ ഏകദേശം 50,000 രൂപയാണ് വാർഷിക ഫീസായി വരുന്നത്. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഫീസ് ആകുന്നതാണ്. മറ്റൊരു കാര്യം, NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് നീറ്റ് സ്കോർ കുറച്ചു മതിയെങ്കിലും ഫീസ് എപ്പോഴും കൂടുതലായിരിക്കും എന്നതാണ്. NRI കോട്ട ഫീസ് ഇയർലി ഏകദേശം 23 ലക്ഷം രൂപയോളം വരാൻ സാധ്യതയുണ്ട്. ഓരോ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും നോക്കി കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷനാണ് ഓരോ വർഷവും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഫീസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും ഫീസ് വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ BDS, BVSC, BAMS, BHMS തുടങ്ങിയ കോഴ്സുകൾക്കും ഫീസിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർ NRI സ്പോൺസറുമായി രക്തബന്ധമുള്ളവരായിരിക്കണം. മാത്രമല്ല, NRI സ്പോൺസേഴ്സ് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ നിന്നും NRI ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ്. കൂടാതെ വില്ലേജ് ഓഫീസിൽ നിന്നും റിലേഷൻ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ കുറിച്ചും അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചും ഓപ്ഷൻ കൊടുക്കേണ്ടതിനെ കുറിച്ചും കേരള നീറ്റ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും കോളേജ് ഫീസിനെ കുറിച്ചും ധാരണ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, NRI അപേക്ഷകർ കീം രജിസ്ട്രേഷൻ സമയത്ത് തന്നെ NRI ഓപ്ഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ BSc ന്യൂക്ലിയർ മെഡിസിൻ, BDS, BVSC, BSc റേഡിയോതെറാപ്പി, BSc CVT, BSc നഴ്സിംഗ്, BPT തുടങ്ങിയ വിവിധ കോഴ്സുകളുടെ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാനും അഭ്യർത്ഥിക്കുന്നു. നീറ്റ് എക്സാമിന് ശേഷം അഡ്മിഷൻ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. അഡ്മിഷൻ സംബന്ധമായ ഗൈഡൻസിനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.